ടു സയൻസ് മലയാളം ചാനൽ. ദ്രാവകമർദ്ദത്തിന്റെ സവിശേഷതകൾ കണ്ടെത്താനുള്ള ഒരു പരീക്ഷണമാണ് അവതരിപ്പിക്കുന്നത്. ഇതിനായി നിർമ്മിച്ച സജ്ജീകരണം പരിചയപ്പെടുത്താം. ഇത് 1.5 ഇഞ്ച് വ്യാസമുള്ള ഒരു PVC പൈപ്പാണ്. അതിനെ 1.5 നിന്ന് 3/4 ഇഞ്ചിലേക്ക് റെഡ്യൂസ് ചെയ്യുന്ന ഒരു റെഡ്യൂസർ വെച്ച് അതിൽ ഒരു പൈപ്പ് കഷ്ണം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3/4 ഇഞ്ച് പൈപ്പിൽ 3/4 ഇഞ്ചിന്റെ ഒരു വാൽവ് ഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു എൽബോ കണക്ട് ചെയ്തുകൊണ്ട് ആ പൈപ്പിനെ ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വീണ്ടും ഒരു എൽബോ കൊടുത്ത് അവിടെ ഒരു കഷ്ണം പൈപ്പ് കൊടുത്ത് മുകളിൽ എൻഡ് ക്യാപ്പിട്ട് അടച്ചിട്ടുണ്ട്. ഈ എൻഡ് ക്യാപ്പിന്റെ മുകളിൽ ഒരു ചെറിയ സുഷിരമുണ്ട്. അതുപോലെ ഈ ചെറിയ പൈപ്പ് കഷ്ണത്തിന്റെ ചുറ്റും 4 ഭാഗത്തും ഓരോ സുഷിരങ്ങളുണ്ട്. ഇനി പരീക്ഷണം ചെയ്യുന്ന രീതി പറയാം. ഇതിൽ നിറയെ വെള്ളം ഒഴിക്കണം. വെള്ളം നിറക്കുമ്പോൾ ആദ്യമേ പുറത്തു പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വാൽവ് സജ്ജീകരിച്ചത്. വാൽവ് അടച്ചു വെച്ചുകൊണ്ട് നമുക്ക് പൂർണ്ണമായും വെള്ളം നിറക്കാം. എന്നിട്ട് വാൽവ് തുറക്കുമ്പോൾ ഇതിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ ദിശ നാം നോക്കണം. മുകളിലേക്ക് ഒഴുകുന്നോ വശങ്ങളിലേക്ക് ഒഴുകുന്നോ ഇതൊക്കെ നാം നിരീക്ഷിക്കണം. അതിൽ നിന്നും ദ്രാവകമർദ്ദത്തിന്റെ ചില സവിശേഷതകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഇനി ഇതിലേക്ക് വെള്ളം നിറക്കാം. ഇപ്പോൾ ഈ പൈപ്പ് നിറയെ വെള്ളമുണ്ട്. ഇനി നമുക്ക് ഈ വാൽവ് തുറക്കാം. നിങ്ങൾ വെള്ളം ഒഴുകുന്നത് എങ്ങനെയാണെന്ന് നിരീക്ഷിക്കണം. നോക്കൂ, മുകളിലേക്കും വെള്ളം ഒഴുകുന്നു, വശങ്ങളിലേക്കും വെള്ളം ഒഴുകുന്നു. ആദ്യത്തെ വേഗത ഇപ്പോൾ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതിൽ നിന്ന് എത്താവുന്ന നിഗമനം എന്താണ്? നാം എന്താണ് കണ്ടത്? ഈ വശങ്ങളിലുള്ള 4 ദ്വാരങ്ങളിലൂടെയും വെള്ളം പുറത്തേക്ക് ചീറ്റുന്നു. അതുപോലെ മുകളിലുള്ള ദ്വാരത്തിലൂടെയും ചീറ്റുന്നു. അപ്പോൾ ദ്രാവകങ്ങൾ എല്ലാ വശങ്ങളിലേക്കും മർദ്ദം പ്രയോഗിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഈ പൈപ്പിൽ ആദ്യം നിറയെ വെള്ളമുണ്ടായിരുന്നു. അന്നേരം കൂടുതൽ ദൂരത്തേക്ക് വെള്ളം തെറിച്ചു വീണു. ഇതിലെ ജലനിരപ്പ് താഴുന്നതിനനുസരിച്ച് വെള്ളം തെറിച്ചു വീഴുന്ന ദൂരം കുറഞ്ഞു. അതിൽ നിന്നും ആഴം കുറയുമ്പോൾ ദ്രാവകമർദ്ദം കുറയുന്നു എന്ന് മനസ്സിലാക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഹൈറ്റിനെ നമുക്ക് ആഴമായി കണക്കാക്കാം. നിറയെ വെള്ളമുള്ളപ്പോൾ ഇത്രയും ആഴത്തിലാണ് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത്. അപ്പോൾ ആഴം കൂടുന്തോറും ദ്രാവകമർദ്ദം കൂടുന്നു. അതുപോലെ ദ്രാവകമർദ്ദം എല്ലാ ദിശകളിലേക്കും അനുഭവപ്പെടുന്നു. താങ്ക് യു.